വണ്ടിയിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്ന ശാലിനി വീണ്ടും എന്തോ ആലോചിച്ച പോലെ വീണ്ടും സ്കൂട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. സ്കൂട്ടിയിൽ നിന്നും പേഴ്സ് എടുക്കുമ്പോൾ ശാലിനിയുടെ കയ്യിൽ നിന്നും താക്കോൽ താഴെ വീഴുകയാണ്. പിന്നീട് ശാലിനിയെ താക്കോൽ എടുക്കുമ്പോഴേക്കും സത്യഭാമ ഫോൺ ചെയ്തുകൊണ്ട് വണ്ടിയിൽ കയറി അവിടെ നിന്നും പോയിരുന്നു. സത്യഭാമ പോകുന്നത് കണ്ട് ആശ്വസിക്കുകയാണ് വിഷ്ണുവും കമലനും. കമലൻ പറയുകയാണ്, ആശാനെ, തല നാഴികയ്ക്കുള്ള വ്യത്യാസത്തിലാണ് ഉൽക്കകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവായത്. വിഷ്ണു പറയുകയാണ്, എടാ, അവൾ ഇങ്ങോട്ട് വന്നതേ എന്നോടുള്ള ഐ ലവ് യു പറയാനായിരിക്കും അല്ലേ? കമലൻ പറയുകയാണ്, നേരിട്ട് കണ്ട് പറയാൻ തന്നെയായിരിക്കും, പക്ഷെ അത് ഐ ലവ് യു ആകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അന്നേരം ശാലിനി മുറ്റത്തു നിന്നും പടി കടന്ന് സിറ്റൗട്ടിലേക്ക് കയറുകയാണ്. അത് കണ്ട് വിഷ്ണു പറയുകയാണ്, എടാ, എന്റെ പെണ്ണ് ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വരികയാണ്. അവളുടെ ആയുഷ്കാലം മുഴുവൻ ജീവിക്കേണ്ട വീട്ടിൽ ഐശ്വര്യമായിട്ട് അവളോട് വലതുകാൽ വെച്ച് കയറാൻ പറയടാ. അന്നേരം ശാലിനി ചെരുപ്പൂരിയിട്ട ശേഷം വലതുകാൽ വെച്ച് അകത്തേക്ക് കയറുകയാണ്. അതിയായി സന്തോഷിക്കുകയാണ് വിഷ്ണു. അപ്പോൾ വിഷ്ണുവിന്റെ ആ സന്തോഷം കണ്ട് കമലൻ പറയുകയാണ്, മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയപ്പോഴും അവരെ അയച്ച ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഇത്രയും സന്തോഷം തോന്നിയിട്ടുണ്ടാകില്ല. എന്റെ ദൈവങ്ങളെ നമിച്ചു എന്ന് പറയുകയാണ് കമലൻ. അന്നേരം കമലന്റെ കാലിൽ ആഞ്ഞു ചവിട്ടുകയാണ് വിഷ്ണു. സമയം അകത്തു നിൽക്കുകയാണ് ശാരദാമ്മ. അന്നേരം വെളിയിൽ നിന്ന് ശാലിനി വിളിക്കുകയാണ്, ഹലോ, ഇവിടെ ആരുമില്ലേ? ശാലിനിയുടെ ശബ്ദമാണല്ലോ എന്നും പറഞ്ഞ് ജനലിൽ കൂടി നോക്കുകയാണ് ശാരദാമ്മ. പെട്ടെന്ന് ശാലിനിയെ കണ്ട് പരിഭ്രമിച്ച് ശാരദാമ്മ കരുതുകയാണ്, അയ്യോ, ശാലിനിയാണല്ലോ, ഇവളെന്താ ഇവിടെ? ഹലോ, ആരുമില്ലേ ഇവിടെ എന്നൊക്കെ ശാലിനി വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ആരെയും കാണാത്തത് കൊണ്ട് അകത്തേക്ക് കയറുകയാണ് ശാലിനി. ആ സമയം കർട്ടന് പിറകിൽ ഒളിക്കുകയാണ് ശാരദാമ്മ. പ്രീതി എന്നൊക്കെ ശാലിനി വിളിക്കുകയാണ്, പക്ഷെ ആരും കേൾക്കുന്നില്ല. അന്നേരം ശാലിനി കരുതുകയാണ്, പ്രീതിയുടെ മുറി മുകളിലാണെന്നല്ലേ അർജുനേട്ടൻ പറഞ്ഞത്? പ്രീതി എന്തായാലും ഇവിടെ തന്നെ കാണും, അപ്പോൾ മുകളിലേക്ക് പോയി നോക്കാം. അതിനുശേഷം മുകളിലേക്ക് കയറി പോവുകയാണ് ശാലിനി. ശാരദാമ്മ ഇതൊക്കെ കർട്ടന് പിറകിൽ നിന്ന് നോക്കുകയാണ്. വെളിയിൽ നിന്ന് വിഷ്ണു കമലിനോട് പറയുകയാണ്, അവൾ എന്തായാലും കയറിപ്പോയി, ഇനി ഞാനും കൂടി അകത്തേക്ക് ചെല്ലാം. അതെന്തിനാന്ന് കമലൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, എടാ, ഗൃഹപ്രവേശം ഒന്നിച്ചു നടത്തണമെന്നാണ് ശാസ്ത്രം. ഇപ്പൊ തന്നെ ലേറ്റായി പോയില്ലേ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. കമലൻ പറയുകയാണ്, അതെ, കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. നിലവിളക്ക് തന്ന് സ്വീകരിക്കേണ്ട ആള് ഇപ്പോൾ കാറിൽ കയറി പോയതല്ലേ ഉള്ളൂ. ഇതറിഞ്ഞാൽ വടിവാളുമായിട്ട് ഇപ്പോൾ തന്നെ തിരിച്ചിങ്ങോട്ട് വരും. നമ്മുടെ സത്യാമ്മ തന്നെ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, എടാ, ഒന്ന് പേടിപ്പിക്കാതിരിയടാ പൊട്ടാ. അല്ല ആശാനെ, ഇപ്പോ ഈ കൊച്ച് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ സത്യാമ്മയുടെ മോനാണ് ആശാനെന്ന് മനസ്സിലാകില്ലേ? അതിപ്പോൾ എന്നായാലും അറിയേണ്ടതല്ലേടാ. അതിപ്പോ എത്ര കാലമെന്ന് വെച്ചാലാ ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുന്നത്? ഒളിച്ചു വെക്കേണ്ട എല്ലാം തെളിച്ചു തന്നെ കത്തിച്ചു വെച്ചോ. പക്ഷെ അതിനു മുമ്പ് ആശാൻ ആദ്യം ഏട്ടത്തിയമ്മയുടെ മനസ്സിൽ കയറാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് മതി ഒന്നിച്ചുള്ള ഗൃഹപ്രവേശമൊക്കെ സ്വപ്നം കാണല്. അന്നേരം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ശാരദാമ്മ. ശാരദാമ്മയെ കണ്ട് ഞെട്ടുകയാണ് വിഷ്ണു. വിഷ്ണു പറയുകയാണ്, എന്റെ അമ്മേ, പിന്നെയും ദേ അമ്മ. കമലൻ ചോദിക്കുകയാണ്, ആശാന്റെ അമ്മ ഇപ്പോൾ പോയില്ലേ ആശാനെ, പിന്നെ ഏതമ്മയാണ്? അതല്ലടാ പൊട്ടാ, ദേ അവളുടെ അമ്മ എന്ന് പറഞ്ഞ് ശാരദാമ്മയെ ചൂണ്ടിക്കാട്ടുകയാണ് വിഷ്ണു. ശാരദാമ്മയോ എന്ന് പറഞ്ഞ് വീണ്ടും അന്തം വിടുകയാണ് കമലനും. ശാലിനി പുറകെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി ശാരദാമ്മയും പെട്ടെന്ന് ഗേറ്റ് കടന്ന് സത്യഭാമയുടെ വീട്ടിൽ നിന്നും പോവുകയാണ്. വിഷ്ണു ചോദിക്കുകയാണ്, ഇതിപ്പോ എന്താ അമ്മയും മകളും ഒരുമിച്ച്? കമലൻ പറയുകയാണ്, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഇനിയിപ്പോ കല്യാണാലോചനയോ മറ്റോ ആയിരിക്കുമോ? സന്തോഷത്തോടു കൂടി ആയിരിക്കുമോടാന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അന്നേരം കമലൻ പറയാണ്, ഏയ്, ഒരു സാധ്യതയും ഇല്ല. എനിക്ക് തോന്നുന്നത് വേറൊരു സംശയമാണ്. എന്താടാ? ഈ അടുത്ത് ആശാന്റെ വീട്ടിൽ വല്ല വിശേഷവും നടക്കാറുണ്ടോ? എന്ത് വിശേഷം? ഉണ്ടെങ്കിൽ രണ്ടാളും കൂടി ഫുഡിന്റെ ഓർഡർ എടുക്കാൻ വേണ്ടി വന്നതായിരിക്കും. കുടുംബശ്രീ ഹോട്ടലിൽ നിന്നും സപ്ലൈ ചെയ്യാൻ. കമലനെ നന്നായി നുള്ളിക്കൊണ്ട് വിഷ്ണു പറയുകയാണ്, ഇനി മിണ്ടിയാൽ നിന്റെ വീട്ടിലെ വിശേഷമാണ് നടക്കാൻ പോകുന്നത്. നിന്റെ വീട്ടിലൊന്ന് വേദന കൊണ്ട് കമലൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയാണ്, അതെ, നിന്റെ 16 അടിയന്തിരം. ഉറക്കെ വിളിക്കുന്ന കമലന്റെ വായിൽ പൊത്തിപ്പിടിച്ചിട്ട് വിഷ്ണു പറയുകയാണ്, മിണ്ടരുത്. അതേസമയം മുകളിൽ പോയ ശാലിനി ഒരു മുറിയുടെ വാതുക്കൽ നിന്ന് പ്രീതിന്ന് തട്ടി വിളിക്കുകയാണ്. താഴെ രമണൻ പിള്ള പണവുമായി വന്ന ശേഷം ശാരദാമ്മയെ നോക്കുകയാണ്. ആ ശാരദാമ്മ ഇത് എവിടെ പോയി എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് രമണൻ പിള്ള. പണവുമായി വരുന്ന രമണൻ പിള്ളയെ ചൂണ്ടിക്കാട്ടി കമലൻ പറയുകയാണ്, ആശാനെ, ദേ അത് നോക്ക്. പുറത്തേക്ക് നോക്കി രമണൻ പിള്ള പറയുകയാണ്, ആകെ മെനക്കേടായല്ലോ, ഈ ശാരദാമ്മ ഇതെവിടെ പോയി? രമണൻ പിള്ളയുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് വിഷ്ണുവും കമലനും. വാതിൽ തുറക്കാത്തത് കാരണം വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയാണ് ശാലിനി. ശാലിനി കാണുന്നത് കട്ടിലിൽ കണ്ണടച്ചിരിക്കുന്ന പ്രീതിയാണ്. ശാലിനി പ്രീതി എന്ന് വിളിക്കുമ്പോൾ
പ്രീതി ചാടി എഴുന്നേൽക്കുകയാണ് ശാലിനി എന്നും പറഞ്ഞ. ശാലിനി എന്താ ഇവിടെ? ഞാൻ പ്രീതിയെ കാണാൻ വേണ്ടി വന്നതാണ്. ആരും ശാലിനിയെ കണ്ടില്ലല്ലോ അല്ലേ? ഇല്ലെന്ന് ശാലിനി പറയുമ്പോൾ പെട്ടെന്ന് പോയി വാതിൽ അടയ്ക്കുകയാണ് പ്രീതി. സന്തോഷം വരുത്തിക്കൊണ്ട് ശാലിനി ഇരിക്കുമെന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, പ്രീതി കരയുമായിരുന്നു അല്ലേ? അർജുനേട്ടൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് കരുതിയിട്ടാണോ ഈ കരച്ചില്? അന്നേരം കരയുന്ന പ്രീതിയോട് ശാലിനി ചോദിക്കുകയാണ്, ഏയ് എന്താ ഇത് പ്രീതി? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി എന്തിനാ ഇങ്ങനെ കരയുന്നത്? അർജുനേട്ടന്റെ അമ്മ എന്തെങ്കിലും ചെയ്യുന്നതിന് ആളെന്ത് പിഴച്ചു? അവിടെ ചില കല്യാണാലോചനകൾ നടക്കുന്നുണ്ടാകും. പക്ഷെ ആ കാര്യമൊന്നും അർജുനേട്ടൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇത്ര നാൾ ഒന്നിച്ച് ജീവിച്ചിട്ടും അർജുനേട്ടനെ ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ പ്രീതി. കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു അർജുനേട്ടൻ. പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കുന്ന പ്രകൃതം അല്ല. പ്രീതിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ശേഷം ആ നെഞ്ചിടിപ്പ് പോലും പ്രീതി എന്നാണ്. പ്രീതി പോയി കഴിഞ്ഞപ്പോൾ അർജുനേട്ടൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു. പ്രീതിയുടെ ഈ വീട്ടിലെ അതേ അവസ്ഥ തന്നെ. ആരോടും അധികം ഒരു സംസാരം പോലും ഇല്ലാതെ ആ വീട്ടിലൊരു വാടകക്കാരനെ പോലെയാണ് അർജുനേട്ടൻ താമസിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ നെഞ്ചിലെ പിടച്ചിലും വേദനയും ഒക്കെ പങ്കുവെക്കുന്നത് എന്നോടാണ്. പ്രീതി പ്രീതി എന്നുള്ള ഒരേ മന്ത്രമാണ് ആ സംസാരത്തിൽ എപ്പോഴും. അർജുനേട്ടന്റെ പ്രാണവായു തന്നെ പ്രീതിയാണെന്നേ ഞാൻ പറയൂ. അത് ഉപേക്ഷിച്ചാൽ പിന്നെ അർജുനേട്ടൻ ഇല്ല. ആ അർജുനേട്ടനാണ് പ്രീതി ഇങ്ങനെ. അത്രയും കേട്ടപ്പോഴേക്കും പ്രീതി പറയുകയാണ്, ശാലിനി, ഞാൻ എന്റെ സങ്കടം കൊണ്ട്. ശരി, അർജുനേട്ടനുമായിട്ട് നീ ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ് ശാലിനി. അല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ആ പാവം അവിടെ. ശാലിനിയുടെ ഫോൺ വാങ്ങി അർജുനെ വിളിക്കുകയാണ് പ്രീതി. ഫോൺ എടുത്ത് ശാലിനി എന്ന് പറയുമ്പോൾ പ്രീതി പറയുകയാണ്, ശാലിനി അല്ല, ഞാനാണ്. ഓ മൈ ഗോഡ് പ്രീതി, ആർ യു ഓക്കെ നൗ എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല. അപ്പോഴത്തെ ഒരു വിഷമത്തിലാണ് ഞാൻ. ഇപ്പോൾ ശാലിനി പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യമായത്. കൊള്ളാം, നല്ല കക്ഷി. നിന്നെ ഉപേക്ഷിച്ച് ഞാൻ വേറൊരു കല്യാണം കഴിക്കുമെന്ന് കരുതിയോ? നീ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്? എന്നോട് ക്ഷമിക്ക അർജുനേട്ടാ, പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാൻ. അപ്പോഴത്തെ ഒരു പൊട്ടബുദ്ധിക്ക് എന്തോ തോന്നിയതാണ്. എന്നെ അറിയാമല്ലോ അർജുനേട്ടന്. അത്രയും കേട്ട ശേഷം അർജുൻ പറയുകയാണ്, അതാണ് ഞാനും പറഞ്ഞത്. പരസ്പരം മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ ഇതുപോലെ തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാകില്ല ഒരിക്കലും. അകലെയാണെങ്കിലും അടുത്താണെന്ന് തോന്നും നമുക്ക്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല അർജുനേട്ട. ഐ ആം സോ സോറി. ശരി ശരി, ഏതായാലും ഒരു കാര്യം നീ മനസ്സിൽ ഉറപ്പിച്ചോ. പ്രീതിയില്ലാതെ ഈ അർജുന് ഒരു ജീവിതമില്ല ഈ ഭൂമിയിൽ. നീ ഇപ്പോൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിന്നെ ചേർത്ത് പിടിച്ച് ഞാനൊരു ഉമ്മ തന്നേനെ. ഉറപ്പിനായിട്ട്. എനിക്ക് വിശ്വാസമായി അർജുനേട്ട. ഐ ആം സോ സോറി. ഇനി ഞാനിത് ആവർത്തിക്കില്ല. ശരി, പിന്നെ പ്രീതി, ഞാൻ കാറിലാണ്, കോടതിയിലേക്ക് പോവുകയാണ്. എന്നാ ശരി, വച്ചോ. പിന്നീട് സംസാരിക്കാം. ശരി, ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അർജുൻ. ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് അർജുൻ ചോദിക്കുകയാണ്, അല്ല, പതിവുള്ളതൊന്നും കിട്ടിയില്ല? അന്നേരം ശാലിനിയെ നോക്കിയ ശേഷം പ്രീതി പറയുകയാണ്, ശാലിനി അടുത്തുണ്ട്. ഓ, അത് ഞാൻ മറന്നുപോയി. നീ ശാലിനിയുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. ശാലിനിയോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഫോൺ ശാലിനിക്ക് കൊടുക്കുകയാണ് പ്രീതി. ശാലിനി പറയുകയാണ്, ഹലോ ഏട്ടാ, ഞാനുണ്ടെന്ന് കരുതി പതിവൊന്നും മുടക്കേണ്ട. ഞാനിവിടെ ഡെഫ് ആൻഡ് ഡംബായിട്ട് നിന്നോളാം. ചിരിച്ചുകൊണ്ട് അർജുൻ പറയുകയാണ്, ഏയ്, അതൊന്നും അത്ര നിർബന്ധമൊന്നും ഇല്ല. നമുക്ക് പരസ്പര വിശ്വാസമല്ലേ പ്രധാനം. ആയിക്കോട്ടെ, ഇനി ടെൻഷൻ അടിക്കേണ്ട എന്ന് എന്തായാലും മനസ്സിലായല്ലോ അല്ലേ? മഴക്കാറ് നീങ്ങി മാനം തെളിഞ്ഞു. മഴവില്ലും കാണാനുണ്ട് എന്ന് പ്രീതിയെ നോക്കി പറയുകയാണ് ശാലിനി. താങ്ക്സ് ശാലിനി, നീ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ അവസാനിച്ചത്. ഇതൊരു അനിയത്തിയുടെ കടമയല്ലേ അർജുനേട്ടാ? അതിന് താങ്ക്സ് ഒന്നും വേണ്ട. അപ്പൊ ശരി, ഞാൻ ഫോൺ വയ്ക്കുകയാണേ. ഓക്കെ, താങ്ക്സ് എന്ന് പറയുകയാണ് അർജുൻ. അതിനുശേഷം ശാലിനി പറയുകയാണ്, ഇനിയിപ്പോ എല്ലാം ക്ലിയർ ആയല്ലോ. ഇനി ഹംസത്തിന്റെ ദൗത്യം കഴിഞ്ഞു. ഇനി ഞാൻ പൊയ്ക്കോട്ടെ. ശരി, ഞാനും വരാം പുറത്തേക്ക്. അതിനുശേഷം രണ്ടുപേരും വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചെടികളുടെ ഇടയിൽ തന്നെ നിൽക്കുകയാണ് വിഷ്ണുവും കമലനും. കമലൻ ചോദിക്കുകയാണ്, ആശാനെ, നമുക്കിവിടെ ഒരു ടെന്റ് അങ്ങടിച്ചാലോ? അതെന്തിനാ? അല്ല, ഉടനെ ഇവിടെ നിന്ന് പോകാമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, ഒന്ന് ക്ഷമിക്കടാ, എനിക്ക് പോയിട്ട് പണിയുണ്ട് ആശാനെ. നിക്കടാ എന്ന് പറഞ്ഞ് കമലനെ പിടിച്ചു നിർത്തുകയാണ് വിഷ്ണു. ശാലിനിയും പ്രീതിയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് കമലൻ പറയുകയാണ്, ആശാനെ, ദേ അങ്ങോട്ട് നോക്ക്. അത് കണ്ട് വിഷ്ണു പറയുകയാണ്, ഇതെന്തോന്ന് ടെസ്റ്റ്, ഇവര് തമ്മിൽ എന്താ പരിപാടി? ഞാൻ പോയി ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന കമലനെ വീണ്ടും പിടിച്ചു കിഴുക്കുകയാണ് വിഷ്ണു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുകയാണ്. അന്നേരം ഉറക്കെ നിലവിളിക്കുന്ന കമലന്റെ വായിൽ പിടിക്കുകയാണ് വിഷ്ണു. ശാലിനി ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ ഞാൻ പോട്ടെ. ഒരുപാട് നന്ദിയുണ്ട് ശാലിനി. ശാലിനി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഏതായാലും അമ്മ ഇവിടെ ഇല്ലാത്തത് നന്നായി. ശാലിനിയെ കണ്ടാൽ അമ്മ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയില്ല. ആളൊരു പഴഞ്ചൻ ചിന്താഗതിക്കാരിയാണ്.
ഇതൊക്കെ കണ്ട് കമലൻ വിഷ്ണുവിന്റെ മുഖത്തൊക്കെ ഒന്ന് തലോടിയിട്ട് ചോദിക്കുകയാണ്, ആശാനെ, ആശാൻ ശരിക്കും ഉള്ളതാണോ അതോ മായയാണോ? എന്താടാന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണു ചോദിക്കുമ്പോൾ കമലൻ പറയുകയാണ്, അല്ല, ഏട്ടത്തിയമ്മയ്ക്ക് ഈ വീട്ടിലെ പൂച്ചക്കുഞ്ഞിനെ വരെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആശാന് മാത്രം അറിയില്ല. വല്ലാത്തൊരു വിരോധാഭാസം തന്നെ. അത് കേട്ട് വിഷമത്തിലെന്ന പോലെ നിൽക്കുകയാണ് വിഷ്ണു. ശാലിനി പറയുകയാണ്, പ്രീതിയുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കയറി വന്നേനെ. ആ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്താലും അതെനിക്കൊരു പ്രശ്നമേ അല്ല. പ്രീതിയുടെ കരയുന്ന മുഖം മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. ആ കണ്ണീര് തുടയ്ക്കാൻ ഞാൻ എന്തും ചെയ്യും. രണ്ടുപേരുടെയും ചിരിച്ചുള്ള സംസാരമൊക്കെ കണ്ട് വിഷ്ണു പറയുകയാണ്, ഇവളാള് പുലി തന്നെ. എന്തായാലും വിഷ്ണുവിന് പറ്റിയ പെണ്ണ് തന്നെയാണ്. ശാലിനി പറയുകയാണ്, പറഞ്ഞില്ലേ, ഒരു അനിയത്തിയുടെ കടമ തന്നെയാണ് ഞാൻ ചെയ്തത്. അത്ര തന്നെ. അങ്ങനെ പറയുമ്പോൾ പ്രീതി പറയുകയാണ്, അനിയത്തിയായിട്ട് അല്ല, വേണമെങ്കിൽ ഏട്ടത്തിയായിട്ട് കൂട്ടാം. അത് കേട്ട് സന്തോഷത്തോടു കൂടി ചിരിച്ച് നാണമൊക്കെ വന്ന് വിഷ്ണു കമലന്റെ താടിയിൽ കയറി കടിക്കുകയാണ്. ശാലിനി ചോദിക്കുകയാണ്, അതെന്താ പ്രീതി അങ്ങനെ പറഞ്ഞത്? അല്ല, നമ്മൾ തമ്മിൽ പ്രായത്തിന്റെ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അത് വെച്ചൊരു തമാശ പറഞ്ഞതാണ്. ഓ, അത് ശരി. എന്നാൽ പിന്നെ ഞാൻ പൊക്കളയാം. ഓൾ ദി വെരി ബെസ്റ്റ് എന്ന് പറഞ്ഞ് പ്രീതിക്ക് കൈ കൊടുത്തിട്ട് ശാലിനി പോവുകയാണ്. ശാലിനി പോയ ശേഷം കമലൻ ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ? ഒരു പുച്ഛഭാവത്തോടു കൂടി വിഷ്ണു പറയാണ്, നീ എവിടെയെങ്കിലും പോയി തൊലയടാ. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോടാ പോടാ എന്ന് പറഞ്ഞ് കമലിനെ പിടിച്ച് തള്ളുകയാണ് വിഷ്ണു. വിഷ്ണു അകത്തേക്ക് കയറി പോകുന്നത് കണ്ട് കമലൻ പറയുകയാണ്, അത് കൊള്ളാം, ഇത്രയും സമയം എന്നെ ഇവിടെ പോസ്റ്റ് ആക്കിയിട്ട് മുകളിലേക്ക് കയറി പോകുന്ന പ്രീതിയുടെ പുറകെ ചെല്ലുകയാണ് വിഷ്ണു. പ്രീതി, പ്രീതി, ഒരു മിനിറ്റ്. ആ, ആരാ ഇത്? എപ്പോ വന്നു? അതൊക്കെ പിന്നെ പറയാം. അല്ല, ആരാണിപ്പോൾ ഇവിടെ വന്നിട്ട് പോയത്? ഒന്നും മനസ്സിലാകാത്തതുപോലെ പ്രീതി ചോദിക്കുകയാണ്, ആര് വരാൻ? അല്ല, ആരോ ഇപ്പോ സ്കൂട്ടിയിൽ പോകുന്നത് കണ്ടല്ലോ. ഓ, അതോ? അത് പാഴ്സൽ സർവീസിൽ നിന്നാണ്. അമ്മിയതുപോലെ വിഷ്ണു ചോദിക്കുകയാണ്, പാഴ്സലാ? അതെ, അമ്മയ്ക്കൊരു പാഴ്സൽ ഉണ്ടായിരുന്നു. പക്ഷേ രൂപം കണ്ടപ്പോൾ ഒരു പെണ്ണിനെ പോലെ ഉണ്ടായിരുന്നു എന്ന് ചമ്മിയ മുഖത്തോടുകൂടി പറയുകയാണ് വിഷ്ണു. വിഷ്ണുവിന്റെ ആകെയുള്ള അങ്കലാപ്പൊക്കെ കണ്ട് പ്രീതി പറയുകയാണ്, വന്നത് ശാലിനിയാണെന്ന് ഏട്ടന് മനസ്സിലായല്ലോ അല്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുകയാണ് വിഷ്ണു. എന്റെ പൊന്നേട്ടാ, എന്റെ അടുത്ത് എന്തിനാ കള്ളക്കളി? ചോദിക്കാനുള്ളത് നേരെ അങ്ങ് ചോദിച്ചാൽ പോരെ? അതിനെന്തിനാ ഇങ്ങനെ വളഞ്ഞു ചുറ്റി പിടിക്കുന്നത്? എന്നാൽ പറ, അവൾ എന്തിനാ വന്നത്? അന്നേരം ശാലിനിയുടെ മുഖം വാടുകയാണ്. പ്രീതിയുടെ മുഖം വാടുകയാണ്. പ്രീതി പറയുകയാണ്, അത് പിന്നെ. പ്രീതിയുടെ മുഖം കണ്ട് എന്താടീന്ന് ചോദിക്കുകയാണ് വിഷ്ണു. നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് പ്രീതി. കരഞ്ഞുകൊണ്ട് പ്രീതി പറയുകയാണ്, ശാലിനി വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ. വിഷ്ണു പറയുകയാണ്, എടി, അങ്ങനെയൊന്നും കരുതല്ലേ. ശാലിനി മാത്രമല്ലല്ലോ ഈ ലോകത്ത്. അർജുനെ നിന്നെ ഒന്നിപ്പിക്കുമെന്ന് ഈ വിഷ്ണു തന്ന വാക്കാണ്. എടി, എന്തെങ്കിലും അവിവേകത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുൻപേ അത് വേണം നീ ഓർക്കാൻ. സോറി ഏട്ടാന്ന് പ്രീതി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, അത് പോട്ടെ, ഈ ശാലിനിയുടെ അമ്മ ശാരദാമ്മ ഇവിടെ വന്ന് പോകുന്നത് കണ്ടല്ലോ, അതെന്തിനാ? ശാരദാമ്മയോ? അത് ഞാൻ കണ്ടില്ലല്ലോ. പ്രീതി ചോദിക്കുകയാണ്, ശാരദാമ്മ അവര് വന്നത് എന്തിനായിരിക്കും? ആലോചിച്ച് തന്നെ നിൽക്കുകയാണ് വിഷ്ണുവും പ്രീതിയും. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. അവിടെ ശാരദാമ്മയെ നോക്കി നിൽക്കുകയാണ് ശാരിക കരുതുകയാണ്, ഈ അമ്മ ഇതെവിടെ പോയി? സത്യഭാമയോട് പണം ചോദിക്കാൻ പോയിട്ട് എന്തായി എന്ന് ഒരു വിവരവും ഇല്ലല്ലോ. ശാലിനി എങ്ങാനും കയറി വന്ന് അമ്മ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അന്നേരം ശ്യാമ വന്ന് ചോദിക്കുകയാണ്, ചേച്ചി, അമ്മ എവിടെ? ദേഷ്യപ്പെട്ട് ശാരിക പറയുകയാണ്, അമ്മയെ ഞാനെടുത്തങ്ങ് കിണറ്റിലിട്ടു. നീ പോയി പഠിക്കാൻ നോക്കടി. ആര് കിണറ്റിൽ കിടന്നാലും വേണ്ടില്ല, എനിക്ക് എന്റെ കോളേജ് ഫീസ് കിട്ടിയാൽ മതി. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. കുറെ നാളായി ഞാനത് പറയുന്നുണ്ട്. അത്രയും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ശ്യാമ. അതേസമയം അവിടേക്ക് വരികയാണ് ശാരദാമ്മ. ശാരിക ചോദിക്കുകയാണ്, എന്തായി അമ്മേ, സത്യഭാമയുടെ അടുത്ത് നിന്നും പണം കിട്ടിയോ? ഇല്ല മോളെ, അതിനിടയ്ക്ക് ശാലിനി കയറി വന്നു. അന്തം വിട്ട് ശാരിക ചോദിക്കുകയാണ്, ശാലിനിയോ? എവിടെ? സത്യഭാമയുടെ വീട്ടിലോ? അതെ എന്ന് പറഞ്ഞ് തിണ്ണയിലിരിക്കുകയാണ് ശാരദാമ്മ. ശാരിക പറയുകയാണ്, എങ്കിൽ അവൾ എല്ലാം അറിഞ്ഞിട്ടുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എന്നോടൊരു വാക്ക് പോലും പറയാതെയാണ് ഇവിടെ നിറങ്ങിപ്പോയത്. ഈശ്വരാന്ന് ശാരദാമ്മ വിളിക്കുമ്പോൾ ശാരിക പറയുകയാണ്, ഈശ്വരാന്നോ? ഞാൻ അമ്മയോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഇതിനൊന്നും പോകണ്ടാന്ന്. അച്ഛൻ മുദ്രപത്രവും 10 ലക്ഷവും തന്നതും നമ്മുടെ കയ്യിൽ നിന്ന് കളവ് പോയതും അതൊക്കെ അവളോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാമായിരുന്നു. ഇപ്പോൾ നമ്മളെ കൈയോടെ പിടികൂടിയതുപോലെ ആയില്ലേ കാര്യങ്ങൾ. അന്നേരം ശാലിനിയുടെ സ്കൂട്ടിയുടെ ഹോൺ കേട്ട് ശാരിക പറയുകയാണ്, അമ്മേ, ദേ അവൾ വന്നോ. ശാലിനിയെ കണ്ട് ഒരേപോലെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് ശാരദാമ്മയും ശാരികയും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.